ഗാർഡനിങ്ങിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു വളരെ മനോഹരമായ ഒരു ഓഫർ വീഡിയോ. പലപ്പോഴും പലരും എന്നോട് ചോദിക്കാറുണ്ട്, എന്തിനാണ് ഈ മറ്റുള്ളവരുടെ ഹോം ഗാർഡനുകളിലെ ചെടികളെ കാണിക്കുന്നത്, അതുപോലെ തന്നെ അവരുടെ ഓഫർ വീഡിയോ ഇടുന്നത് എന്തിനാണ് എന്നൊക്കെ. പക്ഷെ ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുകയാണ്. കാരണം ഹോം ഗാർഡനുകളെ പ്രോത്സാഹിപ്പിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ചെടിക്കാഴ്ചയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. വളരെ വലിയ ഓഫറുമായിട്ട് ഇന്ന് എത്തിയിരിക്കുന്നത് സുറുമിയാണ്. മൂവാറ്റുപുഴയിലെ മാറാടിയിലുള്ള സുറുമിയുടെ ചെടികളെയും അതുപോലെ തന്നെ അതിന്റെ വിലകളെയും ഐഡിയകളെയും ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ക്രേസി ഗാർഡനിലെ റീന ടീച്ചറിനോടൊപ്പം കുറച്ച് കോംബോ ഓഫർ പ്ലാന്റ്സുകൾ നിങ്ങൾ പരിചയപ്പെടുത്താനായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ പേര് സുറുമി എന്നാണ്. നമ്മുടെ ഹോം ഗാർഡൻ്റെ പേര് സുറുമീസ് ഗാർഡൻ ആണ്. മൂവാറ്റുപുഴ ഈസ്റ്റ് മാറാടിയിലാണ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത്. അപ്പോൾ നമുക്ക് സെയിലിനായിട്ട് ഒരുപാട് പ്ലാന്റ്സുകൾ എത്തിയിട്ടുണ്ട്. കലാത്തിയുടെ കുറച്ച് വെറൈറ്റീസ്, അതുപോലെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ആന്തോറിയംസിൻ്റെ ഒരു 10ഓളം കളേഴ്സ് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള അഗ്ലോണിമയുടെ പ്ലാന്റുകൾ, കുറച്ച് ഹാങ്ങിങ് വെറൈറ്റീസ്, അങ്ങനെ ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഈ ഒരു ഗാർഡനിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ഫിലോഡൻഡൻ വെറൈറ്റീസും അവൈലബിൾ ആണ്. നമ്മളിന്ന് കുറച്ച് കോംബോ ഓഫറിലാണ് പ്ലാന്റ്സുകളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പ്ലാന്റ്സുകൾ നമ്മൾ മെയിനായിട്ടും DTDC വഴിയാണ് അയച്ചു തരുന്നത്. ഇപ്പോൾ സ്പീഡ് പോസ്റ്റ് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും. സ്പീഡ് പോസ്റ്റ് ഇപ്പോൾ കുറച്ച് ഡിലേയും കാര്യങ്ങളൊക്കെ ഉള്ളവരെ നമ്മൾ അത്ര പ്രിഫർ ചെയ്യുന്നില്ല. ഏതെങ്കിലും പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ പ്ലാന്റ്സ് അയക്കുന്ന സമയത്ത് ഇതിനകത്ത് നമ്മൾ പോട്ട് ഉണ്ടാവുകയില്ല. പോട്ടിൽ നിന്ന് എടുത്തിട്ട് ബെയറൂട്ടായിട്ട് തന്നെ പാക്ക് ചെയ്തായിരിക്കും അയക്കുന്നത്. ഓൾ ഇന്ത്യ കൊറിയർ അവൈലബിൾ ആണ്. നമ്മൾ കുറച്ച് 4 പ്ലാന്റ്സുകളാണ് നമ്മുടെ ഫസ്റ്റ് കോംബോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അഗ്ലോണിമയുടെ വെറൈറ്റീസ് തന്നെയാണ് വരുന്നത്. ഫസ്റ്റ് വരുന്നത് ക്ലിയോപാട്ര എന്ന് പറഞ്ഞ ഐഡിയയിൽ വന്ന ഒരു പ്ലാന്റ് ആണ്. ഇതുപോലെ ലീഫിലൊരു പിങ്കിഷും ഗ്രീനും എല്ലാം കൂടി വരുന്ന നല്ല രസമുള്ള ഒരു വെറൈറ്റിയാണ്. ഒരു വെറൈറ്റി എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല സൈസായി വരുന്നതും പെട്ടെന്ന് ഷൂട്ട്സ് ഒക്കെ വരുന്ന ഒരു വെറൈറ്റി തന്നെയാണ്. ഡാമേജസും കാര്യങ്ങളൊക്കെ പൊതുവെ കുറവായിട്ടുള്ള ഒരു പ്ലാന്റ് കൂടിയാണ്. നമ്മുടെ സെക്കൻഡ് പ്ലാന്റ് എന്ന് പറയുന്നത് പീകോക്ക് എന്ന് പറഞ്ഞ ഐഡിയയിൽ വന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിന്റെ സെന്ററിലൂടെ ഒരു റെഡ് ലൈനാണ് വരുന്നത്, അതുപോലെ ഒരു ഡോട്ട്സ് ഒക്കെ പോലെ. ഈ റെഡ് കളർ നമ്മുടെ ഒരു പോട്ട് മിക്സിലേക്ക് വെച്ച് അത്യാവശ്യം ഒരു സൺലൈറ്റ് ഒക്കെ കിട്ടുന്നിടത്ത് വെച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ഒന്നും കൂടി തെളിഞ്ഞു വരുന്നതായിരിക്കും. പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ്. എല്ലാ പ്ലാന്റ്സും ഏകദേശം ഒരു സൈസിൽ തന്നെയാട്ടോ വരുന്നതും. അടുത്തത് വരുന്നത് ജയ്പോങ് റെഡ് ആണെങ്കിൽ പോലും ഇതിന്റെ കളറിന് ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. ഒരു പീച്ച് ചേർന്ന ഒരു കളർ പോലെയാട്ടോ വരുന്നത്. നല്ല ഡീപ്പ് റെഡിലല്ല വന്നിരിക്കുന്നത്, കുറച്ച് വെറൈറ്റി ആയിട്ടൊരു കളറിലാണ് വന്നേക്കുന്നത്. പ്ലാന്റിന്റെ സൈസ് ഇങ്ങനെയാണ് വരുന്നത്. എല്ലാം വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. നമ്മുടെ ലാസ്റ്റ് പ്ലാന്റ് വരുന്നത് റെഡ് ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ അതേ ഒരു വെറൈറ്റി ആണ്. നല്ല ഡിമാൻഡുള്ള നല്ലൊരു മാർക്കറ്റ് പ്രൈസ് ഉള്ള ഒരു പ്ലാന്റ് തന്നെയാണ്. ഇതിന്റെ ലീഫ് ഒരു നാരോ പോലെ വന്നിട്ട് മെച്ചൂർഡ് ആവുന്ന അനുസരിച്ച് ഇത് ഇതുപോലെ ഒരു റെഡ് കളറിലേക്ക് വരുന്നതായിരിക്കും. പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ 4 പ്ലാന്റ്സ് ഇറങ്ങുന്ന കോംബോയ്ക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ഓഫർ ഇട്ടിരിക്കുന്നത് 950 രൂപയാണ്. ഇനി നിങ്ങൾക്ക് കോംബോ അല്ല ഇതിന്റെ സിംഗിൾ പ്ലാന്റ്സ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും. സിംഗിൾ പ്ലാന്റ്സിന്റെ റേറ്റ് വരുമ്പോൾ നമ്മുടെ കോംബോ പ്രൈസിൽ നിന്ന് ഡിഫറെന്റ് ചേഞ്ചസ് ഉണ്ടായിരിക്കും. അടുത്ത നമുക്ക് സെയിലിനായിട്ട് വരുന്നത് ഇൻഡോറിൽ നമുക്ക് നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ 2 പ്ലാന്റുകളാണ്. നമുക്ക് ഒരുപാട് എൻക്വയറീസ് ഉള്ളത്, അത്യാവശ്യം സെയിൽ നടക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ്. ഇതിന്റെ 2 സൈസസ് ആണ് നമ്മൾ ഇന്നത്തെ കോംബോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വരുന്നത് CC ഡാർഫിന്റെ പ്ലാന്റ് ആണ്. ഒരു കോംബോയിൽ ഇത്രയും നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇത്രയും ഷൂട്ട്സ് ഒക്കെ എല്ലാ പോട്ടിലും തന്നെ ഏകദേശം ഇത്രയും ഷൂട്ട്സുകൾ വരുന്നുണ്ട്. ഇൻഡോറിൽ സെറ്റ് ചെയ്യാനാണെങ്കിൽ അധികം കെയറിംഗ് ഒന്നും ആവശ്യമില്ലാതെ, അല്ലെങ്കിൽ എപ്പോഴും വെള്ളമൊന്നും ഒഴിക്കാൻ സമയമില്ലാത്തവർക്ക് പറ്റിയൊരു പ്ലാന്റ് കൂടിയാണ്. പൊതുവേ ഡാമേജസും കാര്യങ്ങളൊക്കെ കുറവാണ്. അടുത്തത് വരുന്നത് ബ്ലാക്ക് CC എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബ്ലാക്ക് റാവൺ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആണ്. ഇതിന്റെ പുതിയ ലീഫുകൾ വരുമ്പോൾ ഒരു ഗ്രീൻ കളറും മെച്ചൂർഡ് ആവുന്ന അനുസരിച്ച് ഈ ബ്ലാക്ക് കളറിലേക്കും വരുന്നതായിരിക്കും. ഇതുപോലെ തന്നെ നല്ല തിക്കായിട്ടുള്ള പോട്ടാണ് വന്നിരിക്കുന്നതും. അപ്പം ഈ 2 ബുഷി പോട്ട്സിന്റെ കോംബോ പ്രൈസ് വരുന്നത് 570 രൂപ പ്ലസ് CC ആണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ബുഷി പോട്ട്സ് വേണ്ട, ഇതിന്റെ ചെറിയ കോംബോ മതി എന്നുള്ളവർക്ക് നമ്മൾ അങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിന്റെ CC ഡാർഫിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയായിരിക്കും. ഇത്രയും ഷൂട്ട്സുകളായിരിക്കും കേട്ടോ ഉള്ളത്. എന്നിരുന്നാലും ഒരു ബുഷിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്.
അടുത്തത് വരുന്നത് ബ്ലാക്ക് സിസിയുടെ ഈ ഒരു സൈസും. ഈ 2 സൈസ് അടങ്ങുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിന്റെ കോംബോയ്ക്ക് വരുന്നത് 300 രൂപ പ്ലസ് CC ആണ്. 300 പ്ലസ് CC. ഇപ്പൊ ഇതിന്റെ ബുഷി പോട്ട്സ് ആണെങ്കിൽ വരുന്നത് 570 രൂപ, 570 പ്ലസ് CC. പിന്നെ ഈ CC പ്ലാന്റ്സിന്റെ കെയറിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതിന്റെ ഇടയിൽ ചെറിയ ഉരുള കിഴങ്ങുകൾ പോലെയാണ്. അപ്പൊ അതിനകത്ത് വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ അത് ചീഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും മാത്രം നമ്മൾ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും. അടുത്ത നമ്മുടെ കോംബോ എന്ന് പറയുന്നത് ഒരു 6 പ്ലാന്റ്സുകളാണ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. മാക്സിമം അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു കോംബോയും കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോഴും നല്ല ഡിമാൻഡ്സ് ഉള്ള പ്ലാന്റുകളാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് ബ്ലാക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് ആണ്. തീരെ ചെറിയ പ്ലാന്റ് അല്ല, അത്യാവശ്യം സൈസ് വരുന്നുണ്ട്. ബ്ലാക്ക് ലിപ്സ്റ്റിക്കിന്റെ ലീഫ് എന്ന് വെച്ചാൽ നല്ല ഡാർക്ക് ഗ്രീനും ബോർഡർ വരുന്നത് ഒരു റെഡിഷ് ആയിരിക്കും കേട്ടോ. അടുത്തത് വരുന്നത് റൈസ് ലീഫ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആണ്. ഇതിന്റെ പ്ലാന്റ് സൈസ് വരുന്നത് ഇങ്ങനെയാണ്. അടുത്തത് വരുന്നത് ഗോൾഡൻ ലിപ്സ്റ്റിക്കിന്റെ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റും. ഇതിന്റെ ലീഫ് ഒരു മിനിയേച്ചർ ടൈപ്പ് ആണ്. അടുത്തത് പിങ്ക് ആൻഡ് ഡോട്ട് എന്ന് പറഞ്ഞ ഐഡിയിൽ വന്ന ഒരു പ്ലാന്റ് ആണ്. പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ്. ഇത് ഗരുഡ വൈറ്റ് എന്ന് പറഞ്ഞ നല്ല ഡിമാൻഡ് ഇപ്പോൾ ഉള്ള മാർക്കറ്റിൽ നന്നായിട്ട് മൂവ് ചെയ്യുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ. സൂപ്പർ വൈറ്റിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് ഇതിന്റെ ലീഫ് ഇങ്ങനെ ഒരു നാരോ ആയിട്ടായിരിക്കും വരുന്നത്. കളറിലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. നല്ല പാൽ വെള്ളയാണ് വരുന്നത്. അടുത്തത് വരുന്നത് ഗരുഡ പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്. ഇതിന്റെ ലീഫ് ഇങ്ങനെ നാരോ പോലെയാണ് വരുന്നതും ഒരു പിങ്കിഷ് കളറും. ഈ ഒരു കോംബോ നല്ലൊരു മാക്സിമം അഫോർഡബിൾ റേഞ്ചിലാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത്രയും പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ പ്രൈസ് വരുന്നത് 1020 രൂപ പ്ലസ് CC ആണ്. ഇനിയിപ്പോൾ ഇത് കോംബോ ആയിട്ട് വേണ്ട ഇതിന്റെ സിംഗിൾ പ്ലാന്റ്സ് മതി എന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ. പക്ഷേ പ്രൈസിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. അടുത്ത നമ്മുടെ കോംബോയിൽ 4 സീഡ്ലിംഗ് പ്ലാന്റുകളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നെറ്റ് പോട്ടിലാണ് വന്നിരിക്കുന്നതും. ഫസ്റ്റ് വരുന്നത് ബേബി പിങ്ക് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആണ്. ഇത് മെച്ചൂർഡ് ആയി വരുമ്പോൾ ഒരു പിങ്കിഷ് കളർ ആയിരിക്കും ലീഫിന് വരുന്നത്. പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഏകദേശം ഇത് ഒരു ടൈപ്പാണ്. അടുത്തത് വരുന്നത് മിൽക്കി വൈറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റിന്റെ സീഡ്ലിംഗ് ആണ്. അടുത്തത് വരുന്നത് റെഡ് ബ്യൂട്ടി എന്ന് പറഞ്ഞ റെഡ് വെറൈറ്റിയുടെ തന്നെ ഒരു സീഡ്ലിംഗ് ആണ്. സീഡ്ലിംഗ് സൈസുകളാണ്, അതുകൊണ്ട് തന്നെ ഒരു സൈസ് ആട്ടോ പ്ലാന്റിന് വരുന്നുള്ളൂ. അടുത്തത് വരുന്നത് ജയ്പോങ് റെഡിന്റെ സീഡ്ലിംഗ് ആണ്. സീഡ്ലിംഗ് ആണെങ്കിൽ കൂടി നന്നായിട്ട് കളർ കയറി വന്ന ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഈ 4 പ്ലാന്റ്സിന്റെ കോംബോ പ്രൈസ് വരുന്നത് 520 രൂപ പ്ലസ് CC ആണ്. 520 റുപ്പീസ് ആണ്. ഈ പ്ലാന്റ്സ് മാത്രമായിട്ട് എടുക്കുന്നവർക്ക് നമുക്ക് വേണമെങ്കിൽ വിത്ത് പോട്ട് തന്നെ അയച്ചു തരാവുന്നതാണ് കേട്ടോ. അടുത്ത നമ്മുടെ കോംബോയിൽ 3 പ്ലാന്റ്സുകളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വരുന്നത് ഇപ്പോൾ മാർക്കറ്റിൽ വന്നു തുടങ്ങിയ നല്ല റേറ്റ് ഉള്ള ഒരു വെറൈറ്റിയാണ്. റെഡ് മൂൺ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. മെച്ചോർഡ് ആവുന്ന അനുസരിച്ച് ഇതിനകത്ത് നല്ലൊരു റെഡ് കളർ കയറി വരുന്നതായിരിക്കും കേട്ടോ. അടുത്തത് വരുന്നത് സൂപ്പർ വൈറ്റിന്റെ സീഡ്ലിംഗ് ആണ്. നമ്മുടെ അടുത്ത പ്ലാന്റ് ജയ്പോങ് റെഡിന്റെ പ്ലാന്റും ആണ്. നല്ല കളറൊക്കെ കയറി വന്ന പ്ലാന്റ് ആണ് സീഡ്ലിംഗ് ആണെങ്കിൽ കൂടിയും. ഈ 3 പ്ലാന്റ്സിന്റെ കോംബോയ്ക്ക് വരുന്നത് 550 രൂപ പ്ലസ് CC ആണ്. അടുത്ത നമ്മുടെ കോംബോയിൽ ഒരു 4 പ്ലാന്റ്സുകൾ തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അഗ്ലോണിമയുടെ കോംബോ തന്നെയാണ്. ഫസ്റ്റ് തന്നെ വരുന്നത് റെഡ് ബൗളിന്റെ പ്ലാന്റ് ആണ്. ഇതുപോലെ കളറൊക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റുകളായിട്ട് ഇരിക്കുന്നത്. പ്ലാന്റിന്റെ സൈസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഒരു 6 ഇഞ്ച് പോട്ടിലാണ് ഈ ഒരു പ്ലാന്റ് വന്നിരിക്കുന്നത്. അടുത്തത് വരുന്നത് ബാർബി റെഡ് എന്ന് പറഞ്ഞ ഐഡിയയിൽ നമുക്ക് വന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിന്റെ ലീഫ് ഇങ്ങനെ കുറച്ച് റൗണ്ട് പോലെയാട്ടോ വരുന്നതും. ഇത് നമ്മുടെ ഒരു പോട്ടി മിക്സിലേക്ക് വെച്ചിരുമ്പോൾ ഇതിലും നല്ല കളർ കയറി വരുന്നതാണ്. നല്ലൊരു റെഡ് കളറിലേക്ക് വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത്. പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ്. അടുത്തത് വരുന്നത് സൂപ്പർ വൈറ്റിന്റെ പ്ലാന്റ് ആണ്. സീഡ്ലിംഗ് സൈസ് അല്ല, അത്യാവശ്യം മെച്ചൂർഡ് ആയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത്. അടുത്തത് വരുന്നത് ഗരുഡ പിങ്കിന്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ്. ഈ ഒരു സൈസാണ് വരുന്നത്. അപ്പോൾ ഈ 4 പ്ലാന്റ്സ് ഇറങ്ങുന്ന കോംബോയ്ക്ക് റേറ്റ് വരുന്നത് 1020 രൂപ പ്ലസ് CC ആണ് കേട്ടോ. അടുത്ത നമ്മുടെ കോംബോയിൽ 5 പ്ലാന്റ്സുകൾ തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് അത്യാവശ്യം സൈസ് വരുന്ന പ്ലാന്റുകളാണ് വെച്ചിരിക്കുന്നത്. മദർ പ്ലാന്റ് സൈസിലുള്ള പ്ലാന്റുകളാണ് എല്ലാം തന്നെ വരുന്നത്. ഫസ്റ്റ് തന്നെ വരുന്നത് ഓറഞ്ച് ലിപ്സ്റ്റിക്കിന്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ്. ഇപ്പം നല്ല മൂവിങ് ഉള്ള ഒരു വെറൈറ്റി കൂടിയാണ്. ഇതിനകത്ത് പെട്ടെന്ന് തന്നെ നിറച്ച് ഷൂട്ട്സ് ഒക്കെ വന്ന് ഒന്നും കൂടി നല്ല കളർ കയറി വരുന്നതായിരിക്കും കേട്ടോ. അടുത്തത് വരുന്നത് 10 ക്യാറ്റിന്റെ നല്ല വലിയ മദർ പ്ലാന്റ് ആണ്. അത്യാവശ്യം നല്ല സൈസിൽ വന്നിരിക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. അടുത്തത് ഇതിന്റെ ഐഡി നമുക്ക് കറക്റ്റ് അറിയില്ല, പക്ഷെ നല്ല രസമുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ. ഇതും ഒരു മദർ പ്ലാന്റ് തന്നെയാണ് വരുന്നത്. അടുത്ത നമ്മുടെ പ്ലാന്റ് വരുന്നത് ബ്ലാക്ക് ലിപ്സ്റ്റിക്കിന്റെ പ്ലാന്റ് ആണ്. പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ്.
അടുത്ത നമ്മുടെ പ്ലാന്റ് വാലന്റൈൻ്റെ പ്ലാന്റ് ആണ്. പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ഒരു പോട്ടി മിക്സിലേക്ക് വെച്ച് കഴിയുമ്പോൾ വീണ്ടും നല്ല കളർ കയറി വരുന്നതാണ്. ഈ ഒരു കോംബോ നമ്മളൊരു അടിപൊളി ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള മദർ പ്ലാന്റ്സിന്റെ 5 പ്ലാന്റ്സ് അടങ്ങുന്ന കോംബോയ്ക്ക് 1000 രൂപ മാത്രമായിട്ടോ വരുന്നുള്ളൂ. 1000 റുപ്പീസ് പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത്. അടുത്ത നമ്മുടെ കോംബോയിലും 4 പ്ലാന്റ്സുകളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വരുന്നത് ഇപ്പം കുറച്ച് നാളായിട്ട് വന്നു തുടങ്ങിയ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഡിമാൻഡ് ഉള്ള ഒരു വെറൈറ്റി ആണ്. നല്ലൊരു പിങ്കിഷ് കളറാണ് വരുന്നത്. പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ്. ഇതിലൊരു 6 ഇഞ്ച് പോട്ടിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത്. നമ്മുടെ സെക്കൻഡ് പ്ലാന്റ് എന്ന് പറയുന്നത് പിങ്ക് ആൻഡ് ഡോട്ട് എന്ന് പറഞ്ഞ ഐഡിയയിൽ വന്ന ഒരു പ്ലാന്റ് ആണ്. പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ്. ഇത് നമ്മുടെ ഒരു ട്രൈ കളറിന്റെ ഒരു ഫിനിഷിങ് വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ. അടുത്ത വരുന്നത് ജയ്പോങ് റെഡിന്റെ പ്ലാന്റ് ആണ്. നല്ല കളർ വന്ന പ്ലാന്റ് തന്നെയാണ്. പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ്. അടുത്തത് സൂപ്പർ വൈറ്റിന്റെ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റും. ഇത് അത്യാവശ്യം മെച്യൂർഡ് ആയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. സൂപ്പർ വൈറ്റ് എപ്പോഴും നല്ല സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ള ഒരു പ്ലാന്റ് കൂടിയാണ്. ഈ 4 പ്ലാന്റ്സ് അടങ്ങുന്ന കോംബോയ്ക്ക് ഇന്നത്തെ പ്രൈസ് വരുന്നത് 950 രൂപ പ്ലസ് CC മാത്രമായിട്ടോ വരുന്നുള്ളൂ. ഇതിന്റെ സിംഗിൾ പ്ലാന്റ്സ് നോക്കുമ്പോൾ അത്യാവശ്യം റേറ്റ് വരുന്ന പ്ലാന്റുകളാണ് ഇതെല്ലാം. നമ്മൾ കോംബോയിൽ 950 രൂപയ്ക്കാട്ടോ നൽകുന്നത്. അടുത്ത നമ്മുടെ കോംബോയിൽ 2 ഇൻഡോർ പ്ലാന്റ്സുകളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വരുന്നത് ഒരു ടേബിൾ പാം എന്ന് പറഞ്ഞ ഐഡിയയിൽ വന്നൊരു പ്ലാന്റ് ആണ്. ഈ ഒരു സൈസ് ആട്ടോ വരുന്നുള്ളൂ. മിനിയേച്ചർ ടൈപ്പ് ആണ്. പക്ഷെ നമ്മളിതൊരു ടേബിളിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ജനലിന്റെ സൈഡിൽ കൂടിയൊക്കെ വെക്കാവുന്നതാണ് കേട്ടോ. കിച്ചണിൽ അങ്ങനെയുള്ളിടത്തൊക്കെ നോർമലി നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. അടുത്ത വരുന്നത് പിഡിലാന്തസിന്റെ വെരിഗേറ്റഡ് വെറൈറ്റി ആണ്. പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഈ 2 പ്ലാന്റ്സ് മാത്രമായിട്ടൊക്കെ എടുക്കുന്നവർക്ക് നമുക്ക് വിത്ത് പോട്ട് തന്നെ ചെയ്ത് തരാവുന്നതാണ്. ഈ 2 പ്ലാന്റ്സിന്റെ കോംബോയ്ക്ക് വരുന്നത് 220 രൂപ മാത്രമാണ്. 220 റുപ്പീസ് ആണ്. അടുത്ത നമ്മുടെ കോംബോയിൽ 2 ഹാങ്ങിങ് വെറൈറ്റീസ് ആട്ടോ വരുന്നത്. നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റുകളാണ്. ഫസ്റ്റ് വരുന്നത് പ്യുമീലിയയുടെ വെരിഗേറ്റഡ് വെറൈറ്റി ആണ്. ഇതുപോലെ നല്ല തിക്ക് പോട്ടായിട്ടോ ആട്ടോ വന്നിരിക്കുന്നതും. നമുക്കിത് വേണമെങ്കിൽ ഒരു 5-6 പോട്ടിലേക്ക് വേണമെങ്കിൽ ആക്കാവുന്നതാണ്. വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ട് പോലെ നല്ല പുഷി പോട്ടായിട്ടാണ് വന്നിരിക്കുന്നതും. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഒരു 3-4 പോട്ടിലേക്കൊക്കെ ആക്കാവുന്നതാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത്. ഈ ഒരു പ്ലാന്റ് നമ്മൾ എപ്പോഴും ഷെയ്ഡഡ് ആയിട്ടുള്ള ഏരിയയിൽ വേണം ഇടാനായിട്ട്. ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നിടത്ത് വെക്കരുത്. അങ്ങനെയാകുമ്പോൾ ഇതിന്റെ ലീഫൊക്കെ ബേൺ ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നന്നായിട്ട് നനച്ചു കൂടി കൊടുക്കേണ്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അടുത്ത നമ്മുടെ വെറൈറ്റി വരുന്നത് ഇതേ ഒരു വെറൈറ്റി ആണ്. ഇതിന്റെ ലീഫ് ഒരു നാര പോലെ വന്നിട്ട് വെരിഗേറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഫുൾ പോട്ട് ഇങ്ങനെ ഇട്ടാലും നല്ല രസമായിട്ട് കിടക്കുന്ന ഒരു വെറൈറ്റി ആണ്. ഇതും നമുക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്ലാന്റും ഷെയ്ഡഡ് ആയിട്ടുള്ള ഏരിയയിൽ തന്നെ വേണം വെക്കാനായിട്ട്. അത്യാവശ്യം നന്നായിട്ട് നനച്ചും കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. വെള്ളം കുറയുകയോ അല്ലെങ്കിൽ നന്നായിട്ട് വെയിലടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ലീഫൊക്കെ കൊഴിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഒരു കൂളായിട്ടുള്ള സ്ഥലത്ത് വേണം ഈ 2 പ്ലാന്റ്സും പ്ലേസ് ചെയ്യാനായിട്ട്. ഈ 2 പ്ലാന്റ്സിന്റെ കോംബോ നമ്മൾ ഒരു അടിപൊളി പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 350 രൂപ പ്ലസ് CC മാത്രമാട്ടോ വരുന്നുള്ളൂ ഈ 2 പ്ലാന്റ്സ് ഒരുമിച്ചെടുക്കുന്നവർക്ക്. ഇതുപോലെ ഇതിന്റെ കോംബോ വേണ്ട, ഈ ഒരു വെറൈറ്റി മാത്രം മതി എന്നുള്ളവർക്ക് അങ്ങനെ തരുന്നതായിരിക്കും. അപ്പോൾ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 180 റുപ്പീസ് ആണ്. ഒരു ഫുൾ പോട്ടിന് വരുന്നത് 180 രൂപ. അടുത്ത നമുക്ക് ആന്തോറിയംസിന്റെ പ്ലാന്റ്സുകളാണ് എത്തിയിരിക്കുന്നത്. ഏകദേശം ഒരു 7 വെറൈറ്റിയോളം നമുക്കിപ്പോൾ സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സുകളാണ് എല്ലാം തന്നെ വരുന്നത്. അപ്പോൾ ആന്തോറിയത്തിനൊക്കെ പറ്റിയൊരു സീസൺ കൂടിയാട്ടോ. ഇപ്പം നല്ല ഫ്ലവർ തരുന്ന ഒരു സമയമാണ്. ഈ വെറൈറ്റികളെല്ലാം തന്നെ നല്ല ഫ്ലവേഴ്സ് തരുന്ന ഒരു വെറൈറ്റി കൂടിയാണ്. അതുപോലെ തന്നെ ആന്തോറിയം പ്ലാന്റ്സ് എപ്പോഴും ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യേണ്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതിനധികം ചൂടോ അല്ലെങ്കിൽ വെയിലോ ആവശ്യമില്ല. നല്ല കൂളായിട്ടുള്ള സ്ഥലത്ത്, അധികം വെയിലൊന്നും അടിക്കാത്ത സ്ഥലത്താണ് നമ്മൾ ആന്തോറിയംസ് എപ്പോഴും വെക്കാനായിട്ട്. അതുപോലെ അത്യാവശ്യം നന്നായിട്ട് നനച്ചും കൊടുക്കേണ്ട ഒരു വെറൈറ്റി തന്നെയാണ്. നമ്മുടെ അടുത്ത ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് ആണ്. ഇത് കുറച്ച് റെയർ ആയിട്ടുള്ള ഒരു കളർ തന്നെയാണ് കേട്ടോ. ഒരു പീച്ച് പോലത്തെ കളറാണ് വരുന്നത്. വൈറ്റും പീച്ചും കൂടി ചേർന്ന് മിക്സ് ആയി വന്നിരിക്കുന്ന ഒരു കളറാണ്. ഇതൊക്കെ കുറച്ച് റെയർ ആയിട്ട് വരുന്ന കളേഴ്സ് കൂടിയാണ്. എല്ലാത്തിലും നല്ല നിറച്ച് ഫ്ലവേഴ്സ് ഉണ്ട്. ആന്തോറിയംസിന്റെ എല്ലാം ബുഷി പോട്ട്സിന് വരുന്നത് 350 രൂപയാണ്. ഇതൊരു പോട്ടിൽ 2 ഷൂട്ട് വീതമാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ സിംഗിൾ ഷൂട്ട് മതി എന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും. അടുത്ത കളർ വരുന്നത് ഒരു പിങ്കിഷ് കളറാണ്. ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത്. ബുഷി പോട്ടിന് 350 രൂപ തന്നെ, സിംഗിൾ ഷൂട്ടിന് 175 രൂപ. നമ്മുടെ അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ്. ഇതൊരു മിനിയേച്ചർ ടൈപ്പ് ആണ്. നിറച്ച് ഫ്ലവേഴ്സ് തരുന്ന ഒരു വെറൈറ്റി കൂടിയാണ്. ഇതിന്റെ ഫ്ലവർ എല്ലാം
തീരെ ചെറിയ ഫ്ലവേഴ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ലീഫും ചെറിയ ലീഫുകളാണ്. ഒരു പൊടി തന്നെ 4ഉം 5ഉം ഷൂട്ടുകൾ വീതം വരുന്നുണ്ട് കേട്ടോ. ഒരു ബുഷി പോട്ടായിട്ടാണ് വരുന്നത് 350 രൂപ. അടുത്തൊരു കളർ എന്ന് പറയുന്നത് ഓറഞ്ച് കളറാണ്. ഇതും നല്ല ബുഷി പോട്ടായിട്ട് തന്നെയാട്ടോ വന്നിരിക്കുന്നത്. നിറച്ചും ഫ്ലവേഴ്സും ഉണ്ട്. 350 രൂപ തന്നെയാണ്. അടുത്തെന്ന് പറയുന്നത് ഒരു വയലറ്റ്, ഒരു ലാവണ്ടർ കളറാണ്. എല്ലാ പോട്ട്സിലും നിറച്ച് ഫ്ലവേഴ്സും ഉണ്ട്. ഇതുപോലെ ചെറിയ ബഡ്സ് ഒക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റുകളാണ് കേട്ടോ. ബുഷി പോട്ട് തന്നെയാണ് വരുന്നത്. നമ്മുടെ ലാസ്റ്റ് കളർ എന്ന് പറയുന്നത് ഒരു ചോക്ലേറ്റ് കളറാണ്. നല്ല രസമുള്ള ഒരു കളറാട്ടോ. ഇതിന്റെ ഈ കളർ നല്ലൊരു തിളക്കവും ഉണ്ട്. ബുഷി പോട്ടിന് 350 രൂപ. സിംഗിൾ ഷൂട്ട്സ് വരുമ്പോൾ 175 രൂപയാണ് വരുന്നത്. അടുത്ത നമ്മുടെ കോമ്പോയിൽ 2 പ്ലാന്റ്സുകളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വരുന്നത് വിറ്റാറോഫോളിയം എന്ന് പറഞ്ഞ ഐഡിയയിൽ വന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിന്റെ ലീഫ് നല്ല ലോങ് ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ്. ഇതുപോലുള്ള വെറൈറ്റീസ് കളക്ട് ചെയ്യുന്നവർക്കറിയാം ഇത് അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള ഒരു പ്ലാന്റ് തന്നെയാണ്. അടുത്തത് വരുന്നത് ഗോൾഡൻ സോ എന്ന് പറഞ്ഞ ഐഡിയയിൽ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ്. പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ലീഫിന്റെ കളർ തന്നെയാണ് ലെമൺ യെല്ലോ കളറാണ് വരുന്നത്. ഇത് അത്യാവശ്യം വലിപ്പം വെച്ച് വരുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ലൊരു പോട്ട് മിക്സിലേക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ 2 പ്ലാന്റ്സും അധികം വെയിലടിക്കാത്ത സ്ഥലത്താണ് നമ്മൾ പ്ലേസ് ചെയ്യാനായിട്ട്. ഈ 2 പ്ലാന്റ്സിന്റെ കോംബോ പ്രൈസ് വരുന്നത് 950 രൂപയാണ്. അടുത്ത നമ്മുടെ കോമ്പോയിൽ 2 അലോക്കേഷ്യ പ്ലാന്റ്സുകളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വരുന്നത് ബ്ലാക്ക് വെൽവെറ്റിന്റെ പ്ലാന്റ് ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതുപോലെ ഒരു ഡബിൾ ഷൂട്ട് പോലെയാട്ടോ എല്ലാ പ്ലാന്റ്സും തന്നെ വന്നിരിക്കുന്നതും. അടുത്തത് വരുന്നത് കുപ്രിയയുടെ പ്ലാന്റ് ആണ്. കുപ്രിയൊക്കെ എപ്പോഴും നല്ല ഡിമാൻഡ് ഉള്ള വെറൈറ്റികളാണ് കേട്ടോ. ഇതിന്റെ പുതിയ ലീഫുകൾ വരുമ്പോൾ ഇതുപോലെ നല്ലൊരു ഗ്ലേസിങ്ങിലായിരിക്കും നിൽക്കുന്നത്. പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ്. ഈ 2 പ്ലാന്റ്സ് ഇറങ്ങുന്ന കോംബോയ്ക്ക് ഇന്നത്തെ പ്രൈസ് വരുന്നത് 470 രൂപ പ്ലസ് CC ആണ്. 470 റുപ്പീസ് ആണ്. അടുത്ത നമ്മുടെ കോംബോയിൽ 4 പ്ലാന്റ്സുകൾ തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 4ഉം ഫിലോഡൻഡ്രൻ വെറൈറ്റീസ് ആണ്. ഇതെല്ലാം നമുക്ക് ഇൻഡോറിൽ നല്ല പക്ക ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാവുന്ന പ്ലാന്റുകളാണ്. അധികം കെയറിങ് ഒന്നും തന്നെ ആവശ്യമില്ലാതെ ഉള്ള പ്ലാന്റുകൾ കൂടിയാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് വാട്ടർ ചെയ്ത് കൊടുത്താൽ മതി. നല്ലൊരു പോട്ടി മിക്സ് കൂടിയാണെങ്കിൽ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നോളും. നമുക്ക് പക്ക ഇൻഡോർ ആയിട്ട് തന്നെ അധികം ലൈറ്റ് കിട്ടിയില്ലെങ്കിലും ഡാമേജസും കാര്യങ്ങളൊന്നും അധികം വരുന്ന പ്ലാന്റുകളല്ല ഇത്. അതിൽ ഫസ്റ്റ് തന്നെ വരുന്നത് ഗോൾഡൻ സെല്ലത്തിന്റെ പ്ലാന്റുകളാണ്. ഇതുപോലെ നല്ല ബുഷി പോട്ടായിട്ടാട്ടോ വന്നിരിക്കുന്നത്. ഇതിന്റെ ലീഫിന്റെ പ്രത്യേകത തന്നെയാണ് കളർ നല്ല ലെമൺ യെല്ലോ കളറാണ് വരുന്നത്. ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നല്ല രസമുള്ള ഒരു വെറൈറ്റി തന്നെയാണ്. അടുത്തത് ഈ ഒരു വെറൈറ്റി ആണ്. ഇത് ഇതുപോലെ തന്നെ ഒരു ബുഷി പോട്ടായിട്ട് തന്നെയാട്ടോ വന്നിരിക്കുന്നത്. അടുത്തതും ഫിലോഡൻഡ്രന്റെ തന്നെ ഒരു വെറൈറ്റി ആണ്. ഹോമലോമിനയുടെ ഒരു വെരിഗേറ്റഡ് വരുന്ന ഒരു വെറൈറ്റി ആണ്. ഇതുപോലെ ബുഷി പോട്ടായിട്ടാണ് വന്നിരിക്കുന്നതും. പുതിയ ലീഫുകൾ വരുമ്പോൾ നല്ല ലെമൺ യെല്ലോ കളർ ആയിരിക്കും. ലീഫിനൊക്കെ ഒരു ഗ്ലേസിങ്ങും കൂടിയുള്ള ഒരു വെറൈറ്റി ആണ്. അടുത്തത് പറയുന്നത് മൂൺഷൈൻ്റെ പ്ലാന്റ് ആണ്. എപ്പോഴും നല്ല ഡിമാൻഡുള്ള നല്ല മൂവിങ് ഉള്ള ഒരു വെറൈറ്റി കൂടിയാണ്. ഇതിന്റെ ലീഫിന് ഇങ്ങനെ ഒരു സ്ട്രക്ചറാണ് വരുന്നത്. ലെമൺ യെല്ലോ കളറാണ് വരുന്നത്. ഈ ഒരു സിംഗിൾ പ്ലാന്റ്സിനൊക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റുകളാണ് കേട്ടോ. ഇപ്പോഴും നമ്മൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഓഫർ പ്രൈസിൽ ഈ 4 പ്ലാന്റ്സിന്റെ കോംബോയ്ക്കും കൂടി നമ്മൾ 1000 രൂപയ്ക്കാണ് തരുന്നത്. 1000 റുപ്പീസ് പ്ലസ് കൊറിയർ ചാർജ് മാത്രമായിട്ടോ വരുന്നുള്ളൂ. ഇങ്ങനെയുള്ള പ്ലാന്റ്സുകളൊക്കെ കളക്ട് ചെയ്യുന്നവർക്കറിയാം ഇതിന്റെയൊക്കെ ഒരു മാർക്കറ്റ് പ്രൈസും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം റേറ്റ് വരുന്ന വെറൈറ്റികൾ തന്നെയാണ്. അടുത്ത നമ്മുടെ കോംബോയിൽ 3 പ്ലാന്റ്സുകളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വരുന്നത് മൂൺഷൈൻ്റെ പ്ലാന്റ് ആണ്. പക്ക ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി തന്നെയാണ്. അടുത്തത് വരുന്നത് ഒരു ഫേൺ വെറൈറ്റി ആണ്. അസ്പ്ലീനിയം ന്യൂഡൂസ് എന്ന് പറഞ്ഞ ഐഡിയയിൽ വന്നിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. നമ്മുടെ കോബ്ര ഫേൺ ആയിട്ട് സാമ്യമുള്ള ഒരു വെറൈറ്റി തന്നെയാണ്. നല്ലൊരു മാർക്കറ്റിൽ മൂവിങ് ഉള്ള നല്ലൊരു മാർക്കറ്റ് പ്രൈസ് ഉള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. എപ്പോഴും നമുക്ക് എപ്പോൾ കൊണ്ടുവന്നാലും ഫുള്ളായിട്ട് തീർന്നു പോകുന്ന ഒരു വെറൈറ്റി തന്നെയാണ്. ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് കേട്ടോ. ചെറിയ പ്ലാന്റ്സുകളല്ല, അത്യാവശ്യം സൈസ് വരുന്ന പ്ലാന്റ് തന്നെയാണ്. ഈ പ്ലാന്റ്സുകൾ അത്യാവശ്യം സൈസ് വെച്ച് വരുന്ന പ്ലാന്റുകളുമാണ്. നന്നായിട്ട് നനച്ചു കൊടുക്കേണ്ടതും ഉണ്ട് കേട്ടോ. അടുത്തത് വരുന്നത് റിംഗ് ഓഫ് ഫയറിന്റെ വെരിഗേറ്റഡ് പ്ലാന്റുകളാണ്.
ഫിലോഡോണ്ടൻ വെറൈറ്റി ആണ്. നമുക്കിത് വേണമെങ്കിൽ സ്റ്റിക്കിലൊക്കെ കയറ്റി വിട്ട് വളർത്തിയെടുക്കാവുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. അതുപോലെ നല്ല വെരിഗേഷൻ ഒക്കെ കയറി വന്നത് ഒരു സൈസുള്ള പ്ലാന്റ് തന്നെയാണ് എല്ലാം തന്നെ ഇരിക്കുന്നത്. ഈ 3 പ്ലാന്റ്സ് ഇറങ്ങുന്ന കോംബോയ്ക്ക് ഇന്നത്തെ പ്രൈസ് വരുന്നത് 750 രൂപ പ്ലസ് CC ആണ് കേട്ടോ. 750 റുപ്പീസ് ആണ്. അടുത്തത് വരുന്നത് കലാത്തിയുടെ പ്ലാന്റ്സുകളാണ്. ഇതിനകത്ത് 5 പ്ലാന്റുകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആണ്. എല്ലാം ഇതുപോലെ നല്ല ബുഷി പോട്ട് ആയിട്ട് തന്നെയാട്ടോ വന്നിരിക്കുന്നത്. റെഡ് ആപ്പിളിന്റെ പ്ലാന്റ്സ് ഒക്കെ എപ്പോഴും നല്ല ഡിമാൻഡുള്ള വെറൈറ്റികളാണ്. ഇതുപോലെ ബുഷി പോട്ട് തന്നെയാണ് വരുന്നത്. അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് ജംഗിൾ വെൽവെറ്റിന്റെ വെറൈറ്റി ആണ്. ഇതൊരു ബുഷി പോട്ട് തന്നെയായിട്ടാട്ടോ വന്നിരിക്കുന്നത്. അടുത്തത് ഈ ഒരു വെറൈറ്റി, എല്ലാം ബുഷി പോട്ട്സുകൾ തന്നെയാണ്. എപ്പോഴും നമുക്ക് നല്ല ഡിമാൻഡുള്ള എപ്പോൾ കൊണ്ടുവന്നാലും തികയാത്ത ഒരു വെറൈറ്റിയാണ് ഇത്. ക്രിംസന്റെ പ്ലാന്റ് ബുഷി പോട്ടായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അടുത്തത് വരുന്നത് ദോത്തിയുടെ പ്ലാന്റ് ആണ്. നല്ല ഹെവി ബുഷി ആയിട്ട് തന്നെയാട്ടോ ഈ ഒരു പ്ലാന്റും വന്നിരിക്കുന്നത്. മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഓഫർ പ്രൈസിലാണ് നമ്മൾ ഈ പ്ലാന്റ്സുകൾ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ബുഷി പോട്ടിന് നമ്മൾ 280 രൂപ മാത്രമാട്ടോ പ്രൈസ് ചാർജ് ചെയ്യുന്നത്. 280 രൂപയ്ക്കാണ് ഓരോ ബുഷി പോട്ടും വരുന്നത്. ഇതിന്റെ സിംഗിൾ പ്ലാന്റ്സിന് തന്നെ അത്യാവശ്യം റേറ്റ് വരുന്ന വെറൈറ്റികളാണ്. പക്ഷെ നമ്മൾ ഒരു റേഞ്ചിലാട്ടോ നൽകുന്നത്. നമുക്ക് കുറച്ച് കാക്ടസ് വെറൈറ്റീസ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. 100 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കാക്ടസുകൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു വെറൈറ്റി ഒക്കെ വരുമ്പോൾ 100 രൂപയാണ് വരുന്നത്. ഇതൊരു ചെറിയ പോട്ടിലാണ് മാറ്റുന്നത്. കാക്ടസ് പ്ലാന്റുകൾ ഇതുപോലെയുള്ള പ്ലാന്റ്സുകളെല്ലാം തന്നെ നമ്മൾ വിത്ത് പോട്ട് തന്നെയായിരിക്കും അയച്ചു കൊടുക്കുന്നതും. പിന്നെ ഇതായി ഒരു വെറൈറ്റി അവൈലബിൾ ആണ്. ഇതൊക്കെ 100 രൂപയാണ് വരുന്നത്. അടുത്തത് ഈ ഒരു വെറൈറ്റി, ഇത് കുറച്ച് നല്ല റെയർ ആയിട്ടുള്ള വെറൈറ്റി ആണ് കേട്ടോ. അത്ര കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു പ്ലാന്റ് അല്ലേ. ഇതിന്റെ ലീഫിന്റെ തുമ്പിക്കൂട്ടുള്ള മുള്ളല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഒരു സൈസ് വരുന്ന പ്ലാന്റ്സിന് വരുന്നത് 160 രൂപയാണ്. ഈ ഒരു വെറൈറ്റിക്കും 160 രൂപ തന്നെയാണ് വരുന്നത്. പിന്നെ അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ നല്ലൊരു മൂവിങ് ഉള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ. അത് ഈ താമര പോലെ ഇരിക്കുന്ന ഒരു കാക്ടസ്. ഈ ഒരു സൈസ് വരുമ്പോഴത്തേനും 200 രൂപ വരും. 200 റുപ്പീസ് ആണ്. പല സമയങ്ങളിലും ഇതിൽ കൂടുതൽ വെറൈറ്റീസ് ഒക്കെ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആകാറുണ്ട്. ഇപ്പം ഇത്രയും പ്ലാന്റ്സുകളാണ് ഉള്ളത്. അടുത്ത ഒരു മെഗാ കോംബോയാണ്. ഈ ഒരു കോംബോയിൽ നമ്മൾ ബുഷി പോട്ട്സുകളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഒരു 5 വെറൈറ്റി ബുഷി പോട്ടുകളാണ്. നമുക്ക് ഒരുപാട് എൻക്വയറീസും ഒത്തിരി കസ്റ്റമേഴ്സും ഉള്ളത് ബുഷി പോട്ട്സുകൾക്കാണ്. അപ്പോൾ അതുപോലെ നല്ല ബുഷിയായിട്ട് സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ്. അഫോർഡബിൾ റേഞ്ചിൽ കൊണ്ടുവരണമെന്ന് ഒരുപാട് പേര് ചോദിക്കലുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളൊരു 5 പ്ലാന്റ്സിന്റെ ബുഷി പോട്ട്സ് ഇപ്പം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നത് വാലന്റൈൻ്റെ ഇതുപോലെ ഡബിൾ ഷൂട്ട് വരുന്ന പ്ലാന്റ് ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. നല്ല തിക്ക് പ്ലാന്റ് കൂടിയാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ്സുകൾ മേടിക്കുന്നവർക്കറിയാം, നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ്സുകൾ മാത്രമാണ് നമ്മൾ സെയിൽ ചെയ്യാറുള്ളൂ. നമ്മുടെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഏലിയൻ പിങ്കിന്റെ പ്ലാന്റ് ആണ്. അതുപോലെ പിങ്ക് കളറൊക്കെ ചെറുതായിട്ട് കയറി വന്ന നല്ല രസമുള്ള ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ. അതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റുകളാണ് വരുന്നത്. അടുത്തത് വരുന്നത് ബാത്തിക്ക് അല്ലെങ്കിൽ റെഡ് സ്വേഡ് എന്നൊക്കെ പറഞ്ഞ ഐഡിയയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതുപോലെ ഒരു ബുഷി പോട്ടായിട്ടാണ് വരുന്നത്. നോർമലി ഡബിൾ ഷൂട്ടൊക്കെയാണ് വരുന്നതും. അടുത്ത നമ്മുടെ ഗോൾഡൻ ലിപ്സ്റ്റിക്കിന്റെ ബുഷി പോട്ടാണ്. നല്ല മിനിയേച്ചർ ടൈപ്പാണ് വരുന്നത്. ഒരു 3 ഷൂട്ട് വീതം ഓരോ പ്ലാന്റിലും വരുന്നുണ്ട്. നല്ല രസമുള്ള ഒരു വെറൈറ്റി തന്നെയാണ്. നമ്മുടെ ലാസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ബ്ലാക്ക് ലിപ്സ്റ്റിക്കിന്റെ ഡബിൾ ഷൂട്ട് വരുന്ന പ്ലാന്റ് ആണ്. ഒരു ബുഷി പോട്ടായിട്ട് തന്നെ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ഈ ബുഷി പോട്ട്സ് ആയിട്ടുള്ള ഈ 5 പ്ലാന്റ്സിന്റെ കോംബോയ്ക്ക് ഇന്നത്തെ പ്രൈസ് വരുന്നത് 1500 രൂപ പ്ലസ് CC ആണ് കേട്ടോ. ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ മാർക്കറ്റ് പ്രൈസ് അറിയാവുന്നവർക്കറിയാം. ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന വെറൈറ്റികളാണ്. നമ്മളൊരു കോംബോയിലെ ഒരു റേഞ്ചിലാട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. പല സമയങ്ങളും വീഡിയോയിൽ കമന്റുകൾ കാണാറുണ്ട്, ഇത് ഓവർ പ്രൈസ്ഡ് ആണ്, ഇത് എന്തൊരു വിലയാണെന്നൊക്കെ പലരും പറയാറുണ്ട്. പക്ഷെ നമ്മുടെ ഈ അഗ്ലോണിമ പ്ലാന്റ്സുകൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്ലാന്റ്സുകൾ കളക്ട് ചെയ്യുന്നവർക്കറിയാം ഇതിന്റെ ഒരു മാർക്കറ്റ് പ്രൈസും കാര്യങ്ങളും ഒക്കെ. നമുക്ക് കിട്ടുന്നതിൽ നിന്നും വളരെ ചെറിയൊരു ലാഭം മാത്രം ഇട്ടാണ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ്സുകൾ മേടിക്കാൻ വന്നവരാരും നമ്മുടെ കയ്യിൽ പ്ലാന്റ്സിന് റേറ്റ് കൂടുതലാണെന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല. നല്ലൊരു അഫോർഡബിൾ റേഞ്ചിൽ തന്നെയാണ് കിട്ടുന്നതെന്നാണ് പറയാറ്. എന്നിരുന്നാലും വീഡിയോയുടെ താഴെ നമ്മൾ ഇടയ്ക്കൊക്കെ ശ്രദ്ധിക്കാറുണ്ട് വില കൂടുതലാന്നൊക്കെ പറയുന്നത്. ഒന്നില്ലെങ്കിൽ ഇതിന്റെ മാർക്കറ്റ് പ്രൈസ് അത്ര കറക്റ്റായിട്ട് അറിയാവുന്നവരായിരിക്കില്ല ഈ കമന്റ് ചെയ്യുന്നത്. പുതുതായിട്ട് പ്ലാന്റ്സുകൾ മേടിക്കാൻ വരുന്നവരായിരിക്കും. അവർ 200-300 എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു പ്ലാന്റിന് ഇത്ര റേറ്റ് ഉണ്ടോ എന്നുള്ള രീതിയിലായിരിക്കും അങ്ങനെ ഒരു കമന്റ് ഇടുന്നത്.
പക്ഷെ ഇതുപോലെയുള്ള പ്ലാന്റ്സുകളൊക്കെ കളക്ട് ചെയ്യുന്നവർക്ക് അറിയാം അത് അത്യാവശ്യം മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റുകൾ തന്നെയാണ്. നമ്മൾ എപ്പോഴും നല്ലൊരു അഫോർഡബിൾ റേഞ്ചിലാണ് കസ്റ്റമേഴ്സിന് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്ലാന്റ്സുകൾ പറഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ്. നമ്മൾ അധികം ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ലാതെ അതിനൊന്ന് കെയർ ഒക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മളിത് സെയിൽ ചെയ്യാൻ വെക്കുന്നതും. നമ്മുടെ ഇന്ന് പ്ലാന്റ്സുകൾ മേടിക്കുന്നവർക്കറിയാം എപ്പോഴും നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയായിരിക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ പ്ലാന്റിന് എന്തെങ്കിലും ഒരു ഡാമേജും കാര്യങ്ങളോ അല്ലെങ്കിൽ സൈസിൽ തന്നെ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമറിനെ കോൺടാക്ട് ചെയ്ത് അവരുടെ ഒരു ഇത് മേടിച്ചിട്ട് മാത്രമായിരിക്കും നമ്മൾ അങ്ങനെയുള്ള പ്ലാന്റ്സുകൾ അയക്കുന്നത്. എപ്പോഴും വീഡിയോയിൽ കാണിക്കുന്ന ഒരു സെയിം സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ സെയിലും ചെയ്യാറ്. നമ്മൾ മാക്സിമം ഒരു നല്ലൊരു പ്രൈസിൽ തന്നെയാണ് എല്ലാ പ്ലാന്റ്സുകളും സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള കമന്റ്സുകളൊക്കെ കാണുമ്പോൾ ചില സമയം നമുക്കൊരു വിഷമം തോന്നാറുണ്ട്. പുതുതായിട്ട് പ്ലാന്റ്സുകൾ മേടിക്കാൻ വരുന്നവർ ഈ ഒരു കമന്റ് കാണുമ്പോൾ ചിലപ്പം ഇത് ഓവർ പ്രൈസ്ഡ് ആണെന്ന് അവർ ചിലപ്പോൾ ചിന്തിച്ചേക്കാം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ കോമ്പോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ റീന ടീച്ചറിന്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ക്രേസി ഗാർഡനിങ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി നിങ്ങൾ എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഉള്ളൂ ഇതുപോലെയുള്ള നല്ല അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് വീണ്ടും നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ.